എനിക്കൊരു ഇരട്ടി ഊർജം, ഒരു പോസിറ്റീവ് എനർജി എന്നിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങളെ അടക്കമുള്ള കുട്ടികളെ ഇവിടുന്ന് മറ്റു വിദ്യാലയങ്ങളിലേക്ക് മത്സരത്തിനായി കൊണ്ടുപോകുമ്പോ ഇവിടെ ഓഫീസിലെ ആ ഷീൽഡ് എടുക്കുമ്പോ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ മാനസികമായിട്ട് ഒന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഷീൽഡ് എടുക്കുന്നു. ഈശ്വര, എന്റെ ഗുരുനാഥന്മാരെ, ഇത് ഇവിടെ തന്നെ കൊണ്ടുവന്നു വെക്കാൻ ഉള്ള ഒരു അവസരവും അനുഗ്രഹവും എനിക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അതേപടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയം ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ, കേരളത്തിലെ, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാണ് ഇന്ന്. ആരിലൂടെ? ഞങ്ങളിലൂടെ, അല്ലെങ്കിൽ എന്നയിലൂടെ അല്ലാതെ നിങ്ങളിലൂടെ, നിങ്ങൾ മുഖേനയാണ് ശരിക്കും ഈ വിദ്യാലയം ഈ ഇന്ത്യ രാജ്യത്ത്, കേരളത്തിലെ, വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത് എന്ന് പറയാണ് ഡോക്ടർ പ്രഭാത്. അത് ഒരു എക്സാമ്പിൾ പറയുന്നു. അതേപോലെ നിരവധി ഡോക്ടർമാര്, അങ്ങനെ ഒരുപാട് ആൾക്കാര് ഇവിടെ വന്നിട്ടുള്ള നിരവധി കമ്പനിയിലെ അതിന്റെ മാനേജേഴ്സ് ആയി വർക്ക് ചെയ്യുന്നവര് വലുതായി എടുത്ത് പറയല്ല ചെയ്യുന്നത്. ഓരോ പഠിക്കണതും പഠിക്കാത്തതും സമ്പന്നനും ദരിദ്രനും എല്ലാം എന്റെ മനസ്സില് എനിക്ക് ഒരേപോലെ ആയിരുന്നു അന്നും ഇന്നും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്ന് എനിക്കതിനുള്ള ഒരു അവസരം കിട്ടി എന്റെ വിദ്യാലയത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. കടമ്പഴിപ്പുറം വിദ്യാലയത്തില് അധ്യാപകനാവാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതെല്ലാം തീരുമാനിച്ചതാണ്. അപ്പോഴാണ് ഇവിടുത്തെ അധ്യാപകൻ, എന്റെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, റിസൾട്ട് വന്നു, നല്ല മാർക്കുണ്ട് നിനക്ക്, നീ നാളെ കിടന്ന് വരണം പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ സാറേ, ഞാൻ നാളെ കടമ്പഴിപ്പുറം സ്കൂളിൽ ചേരാൻ പോവാണ് പറഞ്ഞപ്പോ ഉടനെ അദ്ദേഹം പറയുന്നത്, നീ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചതാണ്, ഇവിടെ വന്ന് നാളെ സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേരാന്ന് പറഞ്ഞ സ്ഥലത്ത് അവരോട് വിവരം വിളിച്ചു പറഞ്ഞു, എന്റെ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത് മാറാൻ പറ്റില്ല, അതുകൊണ്ട് കാട്ടുകുളത്ത് വന്ന് ചേരുകയാണ്. അങ്ങനെ ഒരു ഭാഗ്യം പഠിച്ച സ്കൂളില് എന്റെ അധ്യാപകരോടൊപ്പം ജോലി ചെയ്യാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയെന്ന് ചെയ്യാണ്. ഇനി മറ്റു കാര്യങ്ങൾ, ക്ലാസ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ കുറെ അധ്യാപകന്മാരുണ്ട്, മറ്റു പല രംഗത്തും ജോലി ചെയ്യുന്ന കുറെ നമ്മുടെ വിദ്യാർത്ഥികള്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ബാച്ചിന്റെ കാര്യം പറയുന്നു ഉണ്ട്. ഇതില് രാവിലെ വന്ന് നിങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ഉണ്ടായി എന്ന് എനിക്കറിയില്ല. ഉച്ചയ്ക്ക് ശേഷം ഇപ്പൊ കുറച്ച് കുട്ടികളുടെ പാട്ടൊക്കെ കേട്ടു. അപ്പോ വളരെ ഞാൻ അവിടെ വേദിയിലിരുന്നപ്പോ എനിക്ക് തോന്നിയത്, നിങ്ങളെയൊക്കെ മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമ്പോ എനിക്ക് ഈ ഓരോ പ്രോഗ്രാം കയറുമ്പോ, സ്റ്റേജിൽ കയറിയാൽ അത് കഴിയുമ്പോൾ എനിക്ക് ഈ പാടുന്ന അല്ലെങ്കിൽ ഈ അവതരിപ്പിക്കുന്ന കുട്ടികളെക്കാൾ ടെൻഷനാണ് എനിക്ക്. എന്താ കാരണം അറിയോ? ഒരു പോയിന്റ് നഷ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഷീൽഡിന് ഇങ്ങനെ ഒപ്പം വെച്ച് നിൽക്കും. അപ്പൊ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും, അവരോട് പറയും നന്നായി ചെയ്യണം, ഞണ്ട ഇവിടെ ഒപ്പുണ്ട്, അങ്ങനെ പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അങ്ങനെ ഓരോന്നും. ഇപ്പൊ എന്റെ ക്ഷേത്രത്തില് ഇവിടെ തിരുവാതിരക്കളി നമ്മുടെ വിദ്യാലയത്തില് ഒരു നമ്പർ 1 എടുത്തു പറയത്തക്ക ഒരു ഐറ്റം ആയിരുന്നു. അപ്പൊ അവിടെ ക്ഷേത്രത്തിൽ മാലയൊക്കെ കെട്ടി പൂജിച്ച് അവിടെ ഒരു ഭഗവാനൊരു മാല ചാർത്തി എന്നിട്ടാണ് അത് അന്ന് കൊണ്ടുവരുന്നത്. സ്ഥിരമായിട്ട് ട്രോഫി നമുക്ക് നിലനിന്നിരുന്ന ഒരു ഐറ്റം. അതേപോലെ യുവജനോത്സവത്തിന്റെ ട്രോഫി സ്ഥിരം ചെർപ്പശ്ശേരി സബ് ജില്ലയില്, അതേപോലെ ഒറ്റപ്പാലത്ത് നമുക്കായിരുന്നു. പിന്നെ ഇപ്പൊ ചില കുട്ടികളെ, ഇപ്പൊ മഹേഷോ അല്ലെങ്കിൽ പ്രമീളയൊക്കെ കാണുമ്പോൾ തോന്നുന്നത് സ്പോർട്സിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ 1-2 സംഭവങ്ങൾ പറയാനേ ഒഴിവുള്ളൂ. സമയം കുറേ, അതുകൊണ്ട് പറയുകയാണ്. ഇവരുടെ ബാച്ചാണോ എന്ന് എനിക്കത് ഓർമ്മയില്ല. അങ്ങനെയാണ് ഒറ്റപ്പാലം ഹൈസ്കൂളിൽ വെച്ചിട്ട് 110 മീറ്റർ ഹഡിൽസ് മത്സരം നടക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഫൈനൽ മത്സരമാണ്. സത്യനാരായൺ പങ്കെടുക്കുന്നു. ഒറ്റപ്പാലം ഹൈസ്കൂളിലെ ചന്ദ്രൻ എന്നാണ് അവന്റെ പേര്. 2 ആളും പങ്കെടുക്കുന്നു. ഞാൻ ആ ഇല്ലായ്മയുടെ കഥ പറയുകയാണ്. അത് നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം വരരുത്. ആ മത്സരത്തില് മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഫൈനൽ മത്സരമാണ്. നമ്മുടെ സത്യനാരായൺ വന്ന് പറഞ്ഞു, സാർ എനിക്കിത് കിട്ടില്ല, ഞാൻ വീഴും. അപ്പൊ നീ ധൈര്യമായിട്ട് ഓട്, ഞാനില്ലേ പിന്നെന്താന്നൊക്കെ ചോദിച്ചു അവനെ ലൈനിൽ നിർത്തിയ 6 ട്രാക്കിൽ നിർത്തി. ഒറ്റപ്പാലത്ത് നിന്ന് വന്ന പയ്യൻ, അവൻ എന്താ പറയുക, അവന് സ്പൈക്സ് ഉണ്ട്. നമ്മുടെ സത്യം പറയാ സ്പൈക്സ് ഇല്ല, കാരണം പൈസ ഇല്ല, അത് വാങ്ങാൻ വഴിയില്ല. തുറന്നു പറയട്ടെ, ഓടി ഇവൻ പറഞ്ഞെന്തേ വീണുവൻ. മറ്റവൻ ആ ഗ്രിപ്പ് കിട്ടി, അവൻ ഫസ്റ്റായി. ഇവൻ കുറച്ച് കഴിഞ്ഞപ്പോ വീണാലും നീട്ട് ഓടി, ഹഡില് വീണാലും കുഴപ്പമില്ല, ഒരു ഫൗളല്ല. അവൻ അവിടെ ശരിക്കും സെക്കൻഡ് മേടിച്ചു. പിറ്റത്തെ കൊല്ലം ശരിക്ക് നമ്മള് ഇവിടുന്ന് നിങ്ങളെ പോലെ പഠിച്ചു പോയ ഒരുത്തനോട് പറഞ്ഞിട്ട് സ്പൈക്സ്
ബൈക്സ് അവനെ കൊണ്ട് വാങ്ങിച്ച് സ്കൂളിലേക്ക് തന്ന് അത് ഉപയോഗിച്ചിട്ട് ഈ സത്യനാരായൺ ഫൈനൽ, അതായത് 10ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്ക് അങ്ങനെ അവൻ അത് ഫസ്റ്റ് മേടിക്കേണ്ടായി. അപ്പൊ ഞാനിത് പറയണത് എന്താ പറയുക, ഞാനത് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം അല്ലാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. ഇന്ന് വന്നവരിലെ ഒരിക്കൽ ഞാനും കൂടി ചോദിക്കുന്നു, ആർക്കെങ്കിലും സ്വന്തം കുട്ടികളെ, അതിന് നാണക്കേടൊന്നുമില്ല, സ്വന്തം കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തികമായി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പല സാഹചര്യങ്ങളെ കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ബാച്ചില് ഒന്ന് പറയണം. എന്നോട് പറയണമെന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് പറയണം. അതൊരു അഭിമാനമായി കണക്കാക്കണം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മക്കളെ അല്ലെങ്കിൽ അവരെ നമുക്ക് ദത്തെടുക്കാം. അവരെ ദത്തെടുക്കാം. അവർക്ക് വേണ്ട എല്ലാ എക്സ്പെൻസും ഇന്ന് ധൈര്യമായി പറയാം, നിങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ട് പണ്ട് കാലത്തേക്കാൾ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവും, മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അത് എന്തിനു വേണ്ടി? നിങ്ങളുടെ ബാച്ചിലേ വേണ്ടു. കാരണം മറ്റു ബാച്ചിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇട്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞത് അവർക്കൊരു ഡ്രസ്സിനോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കുട്ടി നല്ല ബ്രൈറ്റ് ആണ്, അവന് ഗവൺമെന്റ് സീറ്റ് കിട്ടും, മെഡിസിനോ എഞ്ചിനീയറിംഗിനോ എന്തെങ്കിലും കിട്ടും. പക്ഷെ ബാക്കി വരുന്ന എക്സ്പെൻസ് അവന് മീറ്റ് ചെയ്യാൻ അവന് കഴിയില്ല. പറയുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കണം, അവരെ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ. അതാണ് വേണ്ടത്. ഞാനും കുടിച്ചു 2 ഗ്ലാസ് പായസം ഇടുന്നത്. 2ാമത്തെ ക്ലാസ്സിലെ കുറച്ചേ കുടിച്ചുള്ളൂ, ആദ്യത്തേല് കുടിച്ചു. അതേപോലെ നമ്മൾ സദ്യ കഴിക്കുന്നത്, പായസം കുടിക്കുന്നത്, ആർഭാടമായിട്ട് നീങ്ങുന്നതൊക്കെ തന്ന് പ്ലസ് അതിന്റെ കൂടെ ഇതുകൂടി വേണം. നമ്മൾ വിചാരിച്ചാൽ നിസ്സാരമായി സാധിക്കുന്ന കാര്യമുള്ളൂ. നിങ്ങളെ കൊണ്ട് എത്താത്തുണ്ടെങ്കിൽ ഞാനും കൂടെ ഉണ്ട്. വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്. നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ഇതൊന്നൊരു എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കും. എല്ലാവരെയും പങ്കാളിത്തത്തോടു കൂടെ ചെയ്യാൻ പറ്റില്ല. ഇതിലൊരു മാക്സിമം ഒരു 10 പേരെ തിരഞ്ഞെടുക്കും. അവരിത് എൻക്വയറി നടത്തട്ടെ. അതിൽ കണ്ടെത്തുന്ന ആ ഇൻസിഡൻസ് അത് സോൾവ് ചെയ്യാൻ മറ്റെല്ലാവരും കൂടി സഹകരിക്കണം. എൻ്റെ ഒരു റിക്വസ്റ്റ് അതാണ്. ഒന്നാമത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇവിടെ സ്കൂളിനൊരു മൊമെന്റോ കൊടുത്തു പറഞ്ഞു, എനിക്ക് കാണിച്ചു തന്നു, സന്തോഷമായി. ഇത് ഓഫീസിൽ വെക്കും. അപ്പൊ ഓഫീസിൽ വരുന്നവര് മാത്രം ഇത് കാണും. ഇപ്പൊ ഹെഡ് മാസ്റ്ററുടെ ഓഫീസിൽ വെക്കും, അവിടെ വരുന്നവർ ഇത് കാണുള്ളൂ. ഇങ്ങനെ ഒരു ബാച്ച് ഇവിടെ ഉണ്ട്. ഇപ്പൊ മറ്റു ബാച്ചുകളോട് ഞാൻ വേറെ പല ഐഡിയാസാ പറഞ്ഞു, ഇവിടെ വേറെ പറയണം. ഇങ്ങനെ ഒരു ബാച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അവര് ഓരോ അങ്ങനെ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. അവരുടെ കുട്ടികള് ഒരു പക്ഷെ ഇവിടെ പഠിക്കുന്നുണ്ടാവാം, നാളെ പഠിക്കാൻ വരുന്നുണ്ടാവാം. അവരറിയണം. അതിനുവേണ്ടി നിങ്ങള് ഈ വിദ്യാലയത്തില് നിങ്ങളുടെ ഓർമ്മയ്ക്ക്, അതായത് ഒരുപാട് ഇപ്പൊ നമ്മളിവിടെ വൃക്ഷം കഴിഞ്ഞ ബാച്ച് നട്ടിയിരുന്നു, നട്ടുന്നത് പോലെ നട്ടു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് അവിടെ ഒരു തെങ്ങും തൈ വെച്ചത്. എന്നോട് പറഞ്ഞപ്പോൾ മാഷ് വെക്കണം പറഞ്ഞപ്പോൾ വെച്ചോളൂ. അതാണ്. പക്ഷെ ഞാൻ അവിടെ വെച്ചപ്പോൾ ഉടനെ പറഞ്ഞു, ഇവിടെയുള്ളവരോട് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ കുട്ടികളോട് പറയണം, നനയ്ക്കണം വേനൽക്കാലത്ത്. അല്ലാണ്ട് നമ്മള്, ഞാൻ കുറ്റം പറയല്ല, മന്ത്രിമാരോ മറ്റുള്ളവരോ വനമഹോത്സവം നടത്തുന്ന പോലെ തയ്യി വെക്കുക, പിന്നെ നമ്മളെ കാണില്ല. യെസ്, ടീച്ചറുണ്ട്. കഴിഞ്ഞ ബാച്ചുകാർ പറഞ്ഞത് ഇവിടെ ബിന്ദു ടീച്ചറുണ്ട്. കഴിഞ്ഞ ബാച്ചുകാർ പറഞ്ഞ ഇവിടെ ഗീത ടീച്ചറുണ്ട് പറഞ്ഞു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അധ്യാപകരുണ്ട്, വളരെ നല്ല കാര്യം. അതാണ്. അപ്പൊ പറയണത് അത് നോക്കണം പറയും. എന്തും നമ്മളൊരു തുടക്കത്തിലെ ആവേശം പോരാ, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ്. അപ്പൊ തയ്യ് വെച്ചും വളരെ നല്ല കാര്യം. പിന്നെ മറ്റൊന്ന്, നിങ്ങള് ഒന്ന് കൂടി ആലോചിച്ചോളൂ. ഞാനിപ്പോ അത് പറഞ്ഞിട്ട് അത് ചെയ്യണത് ശരിയല്ല. നിങ്ങളെ ഓർമ്മിക്കാൻ ഒരുപാട് സംഖ്യ ചെലവാക്കരുത്. നിങ്ങളെ ഓർമ്മിക്കാൻ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ പടി കടന്നു വരുന്നവരെ, ഇവിടുത്തെ കുട്ടികള്, ഇങ്ങനെ ഒരു നിത്യ ജീവിതം, അതായത് നിത്യേന ഒരു വിദ്യാലയം എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും പല പ്രോഗ്രാംസും വരുമ്പോൾ നിങ്ങളുടെ ബാച്ചിനെ ഓർമ്മിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ അതൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു രാവിലെ മുതൽ തന്നെ. എന്നിട്ട് അത് നിങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യണം. ചെറുത്ത്, കാരണം ഞാൻ പൈസ ചെലവാക്കണം, ഒരുപാട് പൈസ നിങ്ങൾ ചെലവാക്കിക്കുന്നത് അത് എന്തിനു വേണ്ടിയാ? നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കുട്ടികളെ സഹായിക്കാനും ഒരു കുടുംബത്തെ സഹായിക്കാനും, അതൊക്കെ. മറ്റേ ഇവിടെ വെക്കുന്നതൊന്നും അങ്ങനെ നിങ്ങൾ വേണ്ട. അതൊക്കെ പിന്നെ മാനേജർ അവരുടെ, അതേപോലെ കുട്ടികളോ അവരുടെയൊക്കെ പ്രോഗ്രാം ഉണ്ട്. ആ കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നവർ അങ്ങനെ പലതും ഉണ്ടാവും, ഗവൺമെന്റ് സഹായം ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇത് സ്കൂളിൽ എന്നെ ബാച്ച് അതിങ്ങനെ എന്നും അത് കാണണം. അതാണ്.
ഇപ്പൊ അസംബ്ലി ഞാൻ വിചാരിക്കുന്നു, ഞാനിപ്പോ കുറെ വന്നിട്ട് അസംബ്ലി, സ്ഥിര അസംബ്ലിന്റെ നമ്മുടെ അതേപോലെ പല പ്രോഗ്രാംസ് ഇവിടെ വരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് വിടുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട്, വലിയൊരു പൈസ ഒന്നും അതിന് ചെലവാക്കണ്ട. എന്നാൽ എന്നും ഈ 1989 90 ബാച്ച് ശരി. അപ്പൊ അത് കാണത്തക്ക രീതിയിൽ എന്താണെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ ഒരു വിദ്യാലയത്തില് അത് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് സ്കൂളിൽ. അത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സുരക്ഷ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന സുരക്ഷ നിങ്ങളുടെ ബാച്ചിൽ ഇപ്പോ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ സഹായിക്കാനാണ്. ഇതിപ്പോ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ സുരക്ഷാ പദ്ധതി ഉണ്ട്. അതിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട, ഓരോരുത്തരും ഓരോരോ കഴിവ് പോലെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിവിധ ആവശ്യങ്ങൾക്ക്, കുട്ടികളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത്തരം കാര്യങ്ങള് ഇനി മറ്റൊന്ന്, ഈ നിങ്ങളുടെ നമ്മളൊക്കെ ദൈവത്തിലോ അല്ലെങ്കിൽ നമ്മളെ ഗുരുനാഥന്മാരിലോ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പഴഞ്ചൻ വചനങ്ങളാണെങ്കിൽ പോലും എന്നും അത് ശോഭയോടുകൂടെ വളരെയധികം നല്ല രീതിയിൽ നിലനിൽക്കുന്നു, തലമുറകൾ കൈമാറുന്നു. അപ്പൊ ഞാനവിടെ പറയുന്നത്, ഇപ്പോ ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിലെ കാര്യങ്ങൾ ചെറുതായിട്ട് പറഞ്ഞു, കാരണം സമയം 3:30 അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട ഒരു പോസിറ്റീവ് എനർജി അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു, ദിവസം കൊടുക്കണം. കാരണം വെച്ചാൽ കാലഘട്ടം അങ്ങനെയാണ് ശരിക്കും. ഇപ്പോ അതാണ് എന്താ വെച്ചാൽ ഓരോ 1 by 1 ആയിട്ട് ഡേ ബൈ ഡേ ഒരുപാട് പ്രോബ്ലംസ് ആൻഡ് വറീസ് ആണ് ധാരാളമായിട്ട് ഓരോ ഫാമിലിയിലും. അതാണ് അത് പലതരം, അച്ഛനും അമ്മയും തമ്മില്, കുട്ടികൾ തമ്മിൽ, അങ്ങനെ പല പല പ്രശ്നങ്ങളും ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തില് അത് സോൾവ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി കുട്ടികൾ പഠിക്കുക വിചാരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പൊ അവിടെ ഇംഗ്ലീഷ് എടുത്തിരുന്നു. അപ്പൊ അന്ന് 10ല്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് 100% മാർക്ക് അല്ലെങ്കിൽ 100% റിസൾട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കണം എന്നൊരു വലിയ മോഹമായിരുന്നു. കാരണം എന്റെ ഗുരുനാഥനാണ് എന്നോട് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുക്കാൻ നിർബന്ധിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് പോയിട്ട് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തോളാം പറഞ്ഞു. അത് പറ്റില്ല, ഞാൻ ഉള്ളപ്പോ തന്നെ ഓണം പറഞ്ഞു. പുലിവാല് ഭയങ്കരായി. എന്താ കാരണം വെച്ചാൽ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എടുത്ത് ക്ലാസ് എടുത്തു. ഞാനൊക്കെ ഇവിടെ ഉണ്ടോ, നീ എടുക്കാൻ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങളോട് പറയാലോ, ഞാനൊരു ദിവസം ഇവിടെ ഇപ്പോഴത്തെ മെയിൻ ഹോള് എൻ്റെ ആ തലക്കിലെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ അന്ന് ഫസ്റ്റ് പേപ്പർ എടുക്കണം ഇംഗ്ലീഷിന്റെ 10ല്. ലെസൺസ് ഒക്കെ എന്നോട് എടുത്തോളാൻ പറഞ്ഞു. പോയട്രി ഞാൻ എടുത്തോളാം, നീ ലെസൺസ് എടുത്തോന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. കാരണം അങ്ങനൊന്നും പറയാൻ പാടില്ല, പറ്റില്ല. കാരണം ഗുരുനാഥനാണ്, ഒന്നും എടുക്കാറുണ്ട്. ഞാനൊരു ദിവസം എന്ത് ചെയ്തറിയോ, എനിക്ക് ഒഴിവുള്ള പീരീഡ് ഞാൻ ഗ്രൗണ്ടിലെത്തും. എന്റെ വർക്കൊക്കെ നേരത്തെ കഴിച്ചിരിക്കുന്നത് ഗ്രൗണ്ടിലെത്തും. കാരണം എനിക്ക് അതിനൊരു വലിയ താല്പര്യം. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യണം സ്പോർട്സിന് വേണ്ടിയിട്ട്. അവിടെ ആ അന്ന് പനകൾ അവിടെയൊക്കെ അങ്ങനെയാണ്. അതിന്റെ ചോട്ടിലിങ്ങനെ നിൽക്കുമ്പോ 10ാം ക്ലാസ് അവിടുന്ന് ഹെഡ് മാസ്റ്റർ ലാസ്റ്റ് പീരീഡ് മാഷ അവിടെ ക്ലാസ് എടുക്കണം. മാഷ എന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയട്രി എടുക്കാന്നാണ് എന്നോട് പറഞ്ഞത്. എന്താ സാറ് ചെയ്യുന്നറിയോ, അവിടെ ഞാൻ കൊടുത്ത ലെസന്റെ കാര്യങ്ങളൊക്കെ കുട്ടികളോട് ചോദിച്ച് ഞാൻ കൊടുത്ത നോട്ട് വായിപ്പിക്കുകയാണ് മൂപ്പര് അവിടെ നിന്ന്. എന്നെ മാഷ് കണ്ടില്ല, ഞാൻ അപ്പുറത്താണ് അവിടെ. അപ്പൊ ഞാൻ കൊടുത്ത നോട്ടൊക്കെ വായിപ്പിക്കുക. അതേപോലെ തന്നെ എന്റെ പിന്നെ ലെസൺസ് ഒക്കെ എടുത്തതെന്നൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികളോട് ചോദിക്കുക. അങ്ങനെയാണ് വിളവുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സാറല്ല ഡിഒ വന്നാലും പേടിക്കരുത്, അറിയണത് പറഞ്ഞോളന്നാണ്. തെറ്റോ ശരിയോ അറിയണത് പറഞ്ഞോളുന്നത് ഒക്കെ അവിടെ അങ്ങനെ അവർ ചോദിക്കണു ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതാണെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ അവിടുന്ന് വേഗം സ്ഥലം വിട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്ലാസ് സാറെന്നൊക്കെ പറയുമ്പോ നമ്മുടെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു വലിയൊരു ഇതാണ്. പക്ഷെ കുറിച്ച് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ സ്ഥലം വിട്ടു. പിന്നെ പിറ്റേ ദിവസം ഓഫീസിന്റെ അവിടെ ഒപ്പിടാൻ ചെന്നപ്പോ എന്നെ വിളിച്ചു, ശ്രീധര, ഞാൻ വിളി കേട്ടപ്പോ വിചാരിച്ചു ഇത് പല പുലിവാലായാലോ ദൈവേ. കാരണം നമ്മളത് എടുക്കുകയും ചെയ്തു. അവസാനമാകുമ്പോ പിന്നെ ഇത് ഞാൻ കേൾക്കുകയും ചെയ്തല്ലോ. അസലായിട്ടും കിട്ടോ പറഞ്ഞു. എന്തേ? അപ്പൊ കാര്യം എന്താ വെച്ചാൽ നോട്ടൊക്കെ വളരെ വിശദായും കൊടുത്തണു. കുട്ടികൾ ചോദിച്ചതിനൊക്കെ സമാധാനമാക്കിയിട്ടാ പറഞ്ഞു. കാരണം ഇത് പറഞ്ഞു കൊടുക്കുന്നു, എന്താ വെച്ചാൽ തെറ്റോ ശരിയോ പറഞ്ഞോളാൻ. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, അല്ല സാർ അവര് പറഞ്ഞതൊക്കെ ശരിയാണോന്ന് എനിക്കൊന്നും അറിയില്ല, ഞാൻ മാഷ് പറഞ്ഞു അത് പ്രകാരം ഞാൻ എടുത്തു, ഇത്രയുള്ളൂ. ഞാൻ പറയണത് അദ്ദേഹത്തിന്റെ ഒക്കെ ശരിക്ക് ആ ഒരു ഉപദേശം, ആ ഒരു ഊർജം. ഇപ്പൊ ഇന്ന് ശരിക്ക് എനിക്ക് ഗുരുവായൂരിന്ന് വരുമ്പോ സത്യം പറയട്ടെ, ഞാനൊരു 4 മണിക്ക് നീട്ടു വന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ മംഗലാകുന്നതിന്റെ മുമ്പ് കുറച്ച് എത്തിയപ്പോ ഞാൻ ഇവിടേക്ക് വിളിച്ചു.
പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചു. അയ്യോ സാർ വരാഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നത് എന്റെ ആ ക്ഷീണമൊക്കെ ശരിക്കുണ്ടല്ലോ നിങ്ങളെയൊക്കെ കണ്ടപ്പോ, അതാ ഞാൻ പറയുന്ന മെന്റലി സൈക്കോളജിക്കലി ആ ഒരു പോസിറ്റീവ് എനർജി അതൊരു ഭയങ്കര കഴിവാണ് അതിന്. അത് നിങ്ങളെ കണ്ടപ്പോ ഞാൻ മറന്നുപോയി. അധ്യാപകരായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, നമുക്ക് രാവിലെ ഉണ്ടാകുന്ന തലവേദനയൊക്കെ ശരിക്കും രാവിലെ സ്കൂളിലെത്തിയാൽ മാറും. വീട്ടിൽ നീക്കിയപ്പോ തലവേദനയും സ്കൂളിലെത്തിയാൽ മാറത് എന്റെ അനുഭവത്തിനാ പറയണ മാറും. അതേപോലെയാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്കത് ആ ഒരു ആവേശം, അതാണ് നമ്മുടെ വിജയം എവിടെ ഉണ്ടായിരുന്നത്. സ്പോർട്സ് രംഗത്തായാലും യുവജനോത്സവത്തിലായാലും ഏത് രംഗത്തായാലും നമ്മുടെ നേട്ടമായിരുന്നു. നമ്മൾ ആവേശത്തോടു കൂടി കുട്ടികളുടെ ഒപ്പം നിൽക്കുമ്പോ അവരതിന്റെ ഇരട്ടി ആവേശത്തിൽ അവർ ശരിക്കും അവർക്ക് പറഞ്ഞിട്ടുള്ള ഐറ്റം അവർ ചെയ്തിരിക്കും. സംശയം ചെയ്യതില്ലേ, അതാണ് അങ്ങനെയാണ്. എന്ന പോലെ നിങ്ങളുടെ മക്കള് ഉന്നത സ്ഥാനങ്ങളിൽ എത്തണം. നിങ്ങൾക്ക് കിട്ടാത്തത് എന്താണോ അത് അവർക്ക് കിട്ടിയിരിക്കണം. അതിനു വേണ്ട ട്രെയിനിങ്, പ്രോത്സാഹനം, സ്നേഹത്തോടു കൂടെ അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവര് ശരിക്കും പറയുകയാണെങ്കിൽ അവരെ റൂട്ട് മാറാതെ വഴി തെറ്റാതെ അവരെ നോക്കേണ്ടത് അത് നിങ്ങളുടെ ചുമതലയാണ്. അവര് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോ ഈ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ കേട്ടപ്പോ കണ്ടപ്പോ ആസ്വദിച്ചപ്പോ ഞാൻ ശരിക്കും പറയുന്നു, ഞാനും ഒരു മുത്തശ്ശനായി അഭിമാനത്തോടു കൂടി അന്തസ്സോടുകൂടെ ഞാൻ പറയുന്നു, ഇവിടുത്തെ ഈ വിദ്യാലയത്തിലെ കളിമുറ്റം അതേപോലെ തന്നെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ വിദ്യാലയം ശരിക്കും ഒരു കുടുംബമാണത്. ഇവിടുത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകത നമ്മൾ മറ്റു സ്കൂളുകളിൽ ഇല്ല എന്നല്ല പറയണത്. ഇവിടെ വരുമ്പോ നിങ്ങളൊക്കെ പഠിക്കുമ്പോ എല്ലാവരും ഒരുപോലെയാണ്. ചെറിയവനെന്നോ വലിയവനുള്ള പ്രശ്നം ഇവിടെ ഇല്ല. എല്ലാവരും ഒരുപോലെ കാണുന്നു. അതാണ് നിങ്ങളുടെ